ന്യൂസ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആഗോള എണ്ണ വിപണിയിലെ വിലവർധന ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. ഉൽപാദനം കുറച്ച ഒപെക് തീരുമാനം ഫലം കാണുന്നതായി വിലയിരുത്തൽ. ഉൽപാദനം കുറയ്ക്കുന്നതിന്റെ തോത് നിശ്ചയിക്കാൻ ഈ മാസം 30-ന് വിയന്നയിൽ ഒപെക് അംഗരാജ്യങ്ങൾ യോഗം ചേരും. സൗദിയിൽ തൊഴിലില്ലാത്ത 58,027 വിദേശികളുണ്ടെന്ന് പഠനം. രാജ്യത്ത് തൊഴിൽ രഹിതരുടെ തോത് വർദ്ധിക്കുന്നതായും റിപ്പോർട്ട്. വിദേശികളായ തൊഴിൽ രഹിതർ രാജ്യത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്ന് ശൂറ കൌൺസിൽ അംഗം ഡോക്ടർ മുഹമ്മദ് അൽഖിനൈസി. പ്രവാസികളുടെ വോട്ടവകാശത്തിൽ പ്രതികരണം അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവേ നടത്തുന്നു. വോട്ടിംഗ് രീതി എങ്ങനെയാകണമെന്ന് പ്രവാസികൾക്ക് നിർദ്ദേശിക്കാം. സർവേയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും എംബസി ഉദ്യോഗസ്ഥർ. വിശദമായ വാർത്തകളിലേക്ക്. ആഗോള എണ്ണ വിപണിയിലെ വിലവർധന ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതീക്ഷ പകരുന്നു. ഉൽപാദനം കുറച്ച് നിരക്ക് വർധനയ്ക്ക് സാഹചര്യമൊരുക്കാനുള്ള ഒപെക് നീക്കം ഫലം കാണുന്നതിന്റെ സൂചനയായും വിപണിയിലെ ഉണർവ് വിലയിരുത്തപ്പെടുന്നു. ഒക്ടോബറിനെ തുടർന്നുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് എണ്ണ വിപണി സാവധാനത്തിലാണെങ്കിലും നീങ്ങുന്നത്. ഈ മാസം 30-ന് വിയന്നയിൽ ചേരുന്ന ഒപെക് അംഗരാജ്യങ്ങളുടെ യോഗം ഉൽപാദനം കുറയ്ക്കുന്നത് സംബന്ധിച്ച അന്തിമ കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബാരലിന് $50 തൊട്ടുചുവടെയാണ് വിപണിയിലെ വില ഇപ്പോൾ. അധികം വൈകാതെ തന്നെ എണ്ണവില $60 ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് ഒപെക് കൂട്ടായ്മ. ഉൽപാദനം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഒപെക് ഊർജ്ജമന്ത്രിമാരുടേതായി വന്ന പ്രസ്താവനകൾ ഈ മാസം തന്നെ കരാർ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ബാക്കി നിർത്തുന്നതും. ഇപ്പോൾ പ്രതിദിനം 33.64 ദശലക്ഷം ബാരലാണ് ഒപെക് ഉൽപാദനം. ഇത് 32.5 കുറയ്ക്കാനാണ് 12-അംഗ ഒപെക് രാജ്യങ്ങൾക്കിടയിൽ അനൌദ്യോഗികമായി രൂപപ്പെട്ടിരിക്കുന്ന ധാരണ. ഏതായാലും എണ്ണവില തകർച്ച മൂലം പ്രതിസന്ധിയിലായ ഗൾഫ് സമ്പദ്ഘടനയ്ക്കും പുതിയ സാഹചര്യം ഏറെ ഗുണം ചെയ്യും. യമൻ, സിറിയ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ കാലുഷ്യങ്ങൾക്ക് പരിഹാരം നേടുന്നതും എണ്ണ വിപണിക്ക് നേരത്തെ തിരിച്ചടിയായിരുന്നു. MCA നസർ, മീഡിയ 1, ദുബൈ. സൗദിയിൽ തൊഴിലില്ലാത്ത 58,027 വിദേശികളുണ്ടെന്ന് സാമ്പത്തിക മാധ്യമങ്ങൾ നടത്തിയ പഠനം വ്യക്തമാക്കി. 2015-16 വർഷങ്ങളിൽ വിവിധ കാരണങ്ങളാൽ തൊഴിൽ രഹിതരായവരെ രാജ്യത്ത് നിന്ന് കയറ്റി അയക്കണമെന്ന് ശൂറ കൌൺസിൽ അംഗം അഭിപ്രായപ്പെട്ടു. 2015-ൽ 35,500 പേർ തൊഴിൽ രഹിതരായ ഉണ്ടായിരുന്നുവെങ്കിൽ 2016-ലെ ആദ്യ 9 മാസത്തിനുള്ളിൽ 22,527 പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം സ്വകാര്യ കമ്പനികളുടെ പിരിച്ചുവിടൽ, ശമ്പളവും ആനുകൂല്യവും കുറയ്ക്കൽ, തൊഴിൽ നിയമനത്തിലെ കമ്മി എന്നിവ വിദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ട്. സിറിയ, യമൻ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി തൊഴിലില്ലാതെ സൗദിയിൽ തങ്ങുന്നവരും വിദേശികളായ ഇതര തൊഴിൽ രഹിതരും രാജ്യത്തിന് സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ അത്തരക്കാരെ സാധ്യമായ ജോലികളിൽ നിയമിക്കുകയോ അഭയാർത്ഥികളല്ലാത്തവരെ സ്വദേശത്തേക്ക് തിരിച്ചയക്കുകയോ വേണമെന്നും ശൂറ കൌൺസിൽ അംഗം ഡോക്ടർ മുഹമ്മദ് അൽഖിനൈസി പറഞ്ഞു. തൊഴിൽ രഹിതരായ താമസക്കാർക്ക് രാജ്യം നൽകുന്ന അടിസ്ഥാന സേവനങ്ങൾക്കും സൗകര്യങ്ങൾക്കും തിരിച്ച് രാഷ്ട്രത്തിനൊരു സേവനവും ലഭിക്കുന്നില്ല. ഇവർ രാഷ്ട്രത്തിന് വൻ ബാധ്യതയാണ് വരുത്തിവെക്കുന്നതെന്നും ശൂറ കൌൺസിൽ അംഗം അഭിപ്രായപ്പെട്ടു. തൊഴിൽ രഹിതരുടെ തോത് കഴിഞ്ഞ മാസങ്ങളിൽ കൂടി വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമീപഭാവിയിൽ ഇത് ക്രമാതീതമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 2015-ൽ നിന്ന് 2016 അവസാന പാദത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തൊഴിൽ രഹിതരുടെ തോത് 38% വർദ്ധിച്ചത് ഇതിന്റെ സൂചനയാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. മാൻപവർ ഗവൺമെന്റ് റീസ്ട്രക്ചറിംഗ് പദ്ധതിയിലൂടെ സ്വദേശികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ കുവൈത്ത് സർക്കാർ നിരീക്ഷണ വിധേയമാക്കുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്ക് നൽകിവരുന്ന ആനുകൂല്യങ്ങൾ സ്വന്തമാക്കുന്നതിനായി സ്വദേശികൾ വ്യാജ തൊഴിൽ രേഖകൾ സമർപ്പിക്കുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം ബയാൻ പാലസിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. സ്വദേശികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് മാൻപവർ ഗവൺമെന്റ് റീസ്ട്രക്ചറിംഗ് പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളുടെ ഏകോപനവും MGRP ആണ് നിർവഹിക്കുന്നത്. സ്വദേശികൾ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നതായി വ്യാജരേഖയുണ്ടാക്കി MGRP ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതായി വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ പ്രവണത ഇല്ലാതാക്കാൻ അധികൃതർ നീക്കം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി 2014 ജൂലൈ 1-ന് ക്യാബിനറ്റ് നിയമിച്ച പ്രത്യേക പഠന സമിതി ഏതാനും ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഭേദഗതി നിർദ്ദേശങ്ങളിൽ സാധ്യതാ പഠനം നടത്താൻ MGRPക്ക് നിർദ്ദേശം നൽകിയതായി ക്യാബിനറ്റ് കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അൽ സബാഹ് അറിയിച്ചു.
മാൻ പവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റി, പബ്ലിക് അതോറിറ്റി ഫോർ സോഷ്യൽ സെക്യൂരിറ്റി, ക്യാബിനറ്റിലെ ഫത്വ നിയമനിർമ്മാണ സമിതി എന്നിവയുമായി ഏകോപിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മീഡിയ 1, കുവൈറ്റ് സിറ്റി. പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സർവേയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. ഓൺലൈൻ സർവേ മുഖേന പ്രവാസികളുടെ പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷൻ തേടുന്നത്. ഡിസംബർ അവസാനം വരെ സർവേയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങളുമായി ദുബൈയിൽ നിന്നും MCA നാസർ ചേരുന്നു. നാസർ, പ്രവാസി വോട്ട് സംബന്ധിച്ച് ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയ ഓൺലൈൻ സർവേയുടെ കൂടുതൽ വിവരങ്ങൾ. അഞ്ജിത, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിനോട് അനുബന്ധമായിക്കൊണ്ടാണ് പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ പ്രതികരണം ഔദ്യോഗികമായി തന്നെ തേടിയിരിക്കുന്നത്. ഇത് പ്രകാരം ഡിസംബർ വരെ പ്രവാസികൾക്ക് തങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്താനുള്ള അവസരമാണ് ഈ വെബ്സൈറ്റ് നൽകുന്നത്. 3 കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു പകരക്കാരനെ മുക്തിയാർ വോട്ട് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എംബസിയിലോ കോൺസുലേറ്റിലോ നേരിട്ട് പോയിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള മറ്റെന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ അതും ഉൾക്കൊള്ളാൻ തങ്ങൾ തയ്യാറാണ് എന്ന അർത്ഥത്തിലാണ് വെബ്സൈറ്റ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഇതിൽ അന്തിമമായിട്ടുള്ളൊരു തീരുമാനം അറിയിക്കേണ്ടത്. നമുക്കറിയാൻ സാധിക്കും, നേരത്തെ ഡോക്ടർ ശംഷീർ വയലിൽ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന നിയമ പോരാട്ടത്തിന്റെ ഒരു അന്തിമ ഘട്ടം എന്ന നിലക്ക് കൂടി ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു നീക്കത്തെ കാണേണ്ടതുണ്ട്. പ്രവാസികളുടെ പ്രതികരണം ഏത് എന്ന അടിസ്ഥാനത്തിലായിരിക്കും അന്തിമമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിലൊരു തീരുമാനത്തിലെത്തുക. അതുകൊണ്ട് തന്നെ ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേനയുള്ള ഈ എല്ലാ പ്രവാസികളും പങ്കെടുക്കേണ്ടതുണ്ട് എന്നാണ് ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ എംബസി, യുഎയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രവാസികളുടെ ഭാഗത്തു നിന്ന് ആ പ്രതികരണം കൂടി വെച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഡിസംബറിൽ സുപ്രീം കോടതിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പിലെത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജിത. MC നാസർ, പ്രവാസി വോട്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ സർവേ പ്രകാരം പ്രവാസികളുടെ പ്രതികരണം കൂടി ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കാൻ കേന്ദ്ര സർക്കാർ നീങ്ങുമോ? ഇത് രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തി കേന്ദ്ര ഗവൺമെന്റിനുണ്ടോ എന്നത് തന്നെയാണ് നേരത്തെ മുതൽ തന്നെ ഉയർന്നിരിക്കുന്ന ചോദ്യം. പല ഘട്ടങ്ങളിലും സുപ്രീം കോടതിക്ക് മുമ്പാകെ തങ്ങൾ ഇതിന് തയ്യാറാണ്, പ്രവാസികൾ എന്ന നിലക്ക് ആ ഒരു ഇന്ത്യൻ മറ്റു രാജ്യങ്ങളിൽ കുടിയേറിയ ഈ വിഭാഗത്തോട് തങ്ങൾക്ക് താല്പര്യമുണ്ട്, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവരുടെ താല്പര്യത്തെ ഗവൺമെന്റ് മാനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും പ്രായോഗികമായിട്ടുള്ളൊരു നടപടി ഇക്കാര്യത്തിൽ ഇനിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാസികൾ പോലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റ് പല ജനായത്ത രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക്, ഇപ്പൊ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് അതാത് ദിവസം തന്നെ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് തന്നെ അവർ വോട്ടെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് ഗൾഫ് രാജ്യങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. പക്ഷെ നമുക്കത് സാധ്യമല്ല, അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും പിൻവലിയുന്ന ഒരു സമീപനമാണ് തുടക്കം മുതൽ തന്നെ നമ്മുടെ നയതന്ത്ര കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ഗവൺമെന്റും സ്വീകരിച്ചു വരുന്നത്. പക്ഷേ സുപ്രീം കോടതി കുറെ കൂടി കണിശമായിക്കൊണ്ട് എന്തുകൊണ്ട് പ്രവാസികളെ പ്രത്യേക വിഭാഗമായി അംഗീകരിച്ചുകൊണ്ട് അവരെയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുപ്പിച്ചുകൂടാ എന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി മൂർത്തമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നതിന്റെ ഒരു തുടക്കം എന്ന നിലക്ക് കൂടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു വെബ്സൈറ്റിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. പ്രവാസികൾ തീർച്ചയായിട്ടും ഇതിൽ പ്രതികരണം നടത്തേണ്ടതുണ്ട്. തങ്ങൾക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരു പ്രതികരണം അതിലൂടെ വരികയും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുകളിൽ ഇപ്പോൾ NRK വെൽഫെയർ ഫോറം ജനറൽ കൺവീനർ ബാലചന്ദ്രൻ നായർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലചന്ദ്രൻ നായർ, പ്രവാസി വോട്ട് സംബന്ധിച്ച് ഓൺലൈൻ സർവേ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യൻ എംബസി അത് പ്രവാസികൾ നിർബന്ധമായും ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ഉത്തരവും ഇറക്കിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം വന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പുണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എംബസിയും കൃത്യമായി അതിനകത്ത് നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവായി പ്രവാസി വോട്ടവകാശം എന്ന് പറയുന്നത് പ്രവാസികളെല്ലാം തന്നെ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. അഥവാ അതിനെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രായോഗികതയെക്കുറിച്ച് ആണ് നമ്മുടെ മുമ്പിലുള്ള ചില ചിന്തകളുള്ളത്. പ്രത്യേകിച്ചും സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏകദേശം 30 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്.
അപ്പൊ 30 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ പറയുന്ന നടപടിക്രമങ്ങൾ വോട്ട് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ ഓൺലൈൻ വോട്ട് ഇപ്പൊ 2 or 3 അത് സംബന്ധിച്ചുള്ള 2 or 3 മാർഗനിർദ്ദേശങ്ങൾ കൊടുത്താലോ, ഒന്ന് എംബസിയിൽ പോയി വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം, അതുമല്ലെങ്കിൽ പ്രോക്സി വോട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കൂടുതൽ പേരും അംഗീകരിക്കില്ല. കാരണം പ്രോക്സി വോട്ട് ഒരുപക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. പിന്നെ മൂന്നാമതുള്ളത് ഓൺലൈൻ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള മാർഗങ്ങളാണ്. പക്ഷെ അതിൽ ഈ എംബസിയിൽ പോയി വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം എന്ന് പറയുന്നത് ഈ 30 ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രായോഗികതയെ കുറിച്ചും കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അതല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലിരുന്ന് ഈ കാര്യങ്ങൾ കാണുന്നത് പോലെ അല്ല വാസ്തവത്തിൽ അത് ഇവിടെ ഉള്ളത്. ആളുകൾക്ക് വോട്ട് പോയി രേഖപ്പെടുത്തണം. ഈ സൗദി അറേബ്യയുടെ വിസ്തൃതി ഇന്ത്യയുടെ ഏകദേശം 2/3 ഭാഗം വിസ്തൃതിയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാർ 30 ലക്ഷത്തോളം ഉണ്ട്, ചെറിയൊരു സംഖ്യയല്ല. അപ്പൊ വോട്ട് ഏത് രീതിയിലാണ് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുക, അത് വോട്ടെടുപ്പിന് മുമ്പ് രേഖപ്പെടുത്തുമോ, വോട്ടെടുപ്പിന്റെ ദിവസം രേഖപ്പെടുത്തുമോ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രായോഗികതയുടെ വിഷയങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതേസമയം പ്രവാസി വോട്ടവകാശത്തിനെ സംബന്ധിച്ച് പ്രവാസികൾ എല്ലാവരും തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ശരി ബാലേന്ദ്രൻ നായർ, തുടരുക. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ ബഷീർ ഉളിയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബഷീർ ഉളിയിൽ, പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സർവേയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഇന്ത്യൻ എംബസി കൂടി അഭിപ്രായപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉറച്ച നിലപാടിലേക്ക് നീങ്ങുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് കാണേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇതുവരെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഒരു നിഷേധാത്മക സമീപനമാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം പ്രായോഗികമായ തടസ്സങ്ങൾ, നടത്തിപ്പ് സംബന്ധമായ പ്രയാസങ്ങളൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ല എന്ന് കണ്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു നടപടിക്ക് മുതിർന്നത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം പാസ്പോർട്ടുമായി ലിങ്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യൻ പാസ്പോർട്ട് ഓഫീസുകൾ, എല്ലാ പാസ്പോർട്ട് ഓഫീസുകളുമായും ഇന്ത്യൻ എംബസികളുമായും ഇപ്പോൾ ഓൾറെഡി ലിങ്ക്ഡ് ആണ്. അപ്പം ഞാൻ മുമ്പത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഇത് ഹാൻഡ് റിട്ടൺ പാസ്പോർട്ടോ അല്ലെങ്കിൽ റെക്കോർഡ് നോക്കി എഴുതുന്നതൊന്നുമല്ല. അപ്പൊ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടതുകൊണ്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മള് പ്രവാസികൾ വേണ്ട എന്താന്ന് വെച്ചാൽ ഇതിൽ പൂർണ്ണമായും പങ്കാളികളായി ഇന്ത്യൻ എംബസിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് പൂർണ്ണമായും പങ്കാളികളാകുക. നമ്മൾ തന്നെ ഇതെങ്ങനെ നടത്തും എന്ന ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നോട്ട് നിൽക്കുകയല്ല വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരു നല്ല നീക്കാണ്, സ്വാഗതം ചെയ്യപ്പെടുന്നത്. വളരെയധികം നന്ദി ശ്രീ ബാലേന്ദ്രൻ നായർ, ഒപ്പം ബഷീർ ഉളിയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സർവേയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഓൺലൈൻ സർവേ മുഖേന പ്രവാസികളുടെ പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷൻ തേടുക. വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ PV അബ്ദുൽ വഹാബ് MP നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അബ്ദുൽ വഹാബ് MP, എങ്ങനെ കാണുന്നു ഈ ഇന്ത്യൻ എംബസിയുടെ ഈ നീക്കത്തെ? അല്ല, പൊതുവെ ഈ നീക്കത്തെ പ്രവാസികൾക്ക് വോട്ടുണ്ട്, അവകാശമുണ്ട് എന്ന് അംഗീകരിച്ച സുപ്രീം കോടതിയെയും അതിനായി കേസ് കൊടുത്ത ഷംസീറിനെയും അതിന് ഹാജരായ നമ്മുടെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെയാണ് ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഇഷ്യൂ. അത് പ്രാക്ടിക്കലായിട്ട് ഫ്ലോലെസ് ആയിട്ട് കുറ്റമറ്റ രീതിയിൽ ചെയ്യുന്ന സംവിധാനം കണ്ടുപിടിക്കട്ടെ. ഓൺലൈനിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ അല്ലെങ്കിൽ പ്രോക്സി ആണോ അതല്ലെങ്കിൽ എംബസിയിൽ പോയി നേരിട്ട് വോട്ട് ചെയ്യാണോ എന്നുള്ള അടുത്ത സംഗതികളുള്ളത്. അതിൽ പ്രാക്ടിക്കലായിട്ട് എംബസിയിൽ പോയി ക്യൂ നിന്ന് ഈ കാര്യത്തിൽ പറ്റിച്ച അറബ് രാജ്യങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നില്ലൊന്നും പ്രായോഗികമായിട്ട് വരില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രോക്സി വോട്ടൊക്കെ തുടങ്ങട്ടെ. ഏതായാലും ഇത് തുടങ്ങി കിട്ടിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പ്രവാസികൾക്ക് വോട്ടുണ്ട്, വോട്ടിന് അവകാശമുണ്ട് എന്ന് വന്നാൽ തന്നെ അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എംബസി പറഞ്ഞ കാര്യത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു സർവേ നടക്കട്ടെ, ഒരു പൊതുജനാഭിപ്രായം ഉണ്ടാകട്ടെ. വളരെയധികം സന്തോഷമുണ്ട് ഈ നടപടിയിൽ. ഇത് പ്രവാസി വോട്ട് നടപ്പിലാക്കുന്നതിലേക്കുള്ള ഒരു പച്ചക്കൊടിയായി കരുതാമോ? പ്രവാസികൾക്ക് വോട്ടവകാശം ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചല്ലോ സുപ്രീം കോടതി. എങ്ങനെ വോട്ട് ചെയ്യണം, എത്രത്തോളം പ്രാക്ടിക്കൽ ആകണം എന്നുള്ള കാര്യത്തിലുള്ള ബാക്കിയുള്ളൂ. അതുകൊണ്ട് അത് ഏറ്റവും പ്രായോഗികമായ രൂപത്തിലാക്കാൻ എംബസികളും നാട്ടുകാരൊക്കെ അവരുടെ അഭിപ്രായം പറയട്ടെ. എനിക്ക് പെട്ടെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഇതാണ് ശരിയെന്ന് വ്യക്തമായി പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവശ്യം
ഒരു ഓൺലൈൻ വോട്ടവകാശം മറ്റു രാജ്യക്കാർക്കൊക്കെ അമേരിക്കക്കാർക്കോ മറ്റുള്ളവർക്കോ കൊടുത്ത മാതിരി പല രാജ്യങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് അതിൽ ഏറ്റവും കുറ്റമറ്റ രീതിയിലുള്ള രൂപത്തിലാകട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ PV അബ്ദുൽ വഹാബ് MP വിഷയത്തിൽ പ്രതികരിച്ചതിന്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസി വോട്ട് അത് ഏത് രീതിയിൽ നടപ്പാക്കുമെന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രായോഗികത സംബന്ധിച്ചുള്ള തർക്കം തന്നെയാണ് ഇതുവരെ അത് നീണ്ടുപോകാനിടയാക്കിയത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർവേ പ്രവാസികൾക്കിടയിൽ നടക്കുന്നതോടെ ഇത് സംബന്ധിച്ച് ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. സൗദി സാംസ്കാരിക വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവനം വകുപ്പ് മന്ത്രി ഡോക്ടർ ആദിൽ അത്തുറൈഫി ഉദ്ഘാടനം ചെയ്തു. റിയാദ് മീഡിയ സെന്റർ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ മന്ത്രാലയത്തിലെ ഉന്നതരും വിവിധ മാധ്യമ പ്രതിനിധികളും സംബന്ധിച്ചു. വിവരസാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ച് മന്ത്രാലയത്തിന്റെ വിവിധ സേവനങ്ങൾ വേഗത്തിലും ഓൺലൈൻ വഴിയും ലഭ്യമാക്കുന്നതാണ് പുതിയ സേവനമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആദിൽ അത്തുറൈഫി പറഞ്ഞു. രാജ്യത്തെ പൗരന്മാർക്കും മന്ത്രാലയ സേവനം ആവശ്യമുള്ളവർക്കും വേഗത്തിൽ ആശയവിനിമയം നടത്താനും അവർക്ക് ആവശ്യമായ സേവനം ലഭ്യമാക്കാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് വിവരസാങ്കേതിക വിദ്യാ വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുല്ല അൽ ഉസ്മാൻ പറഞ്ഞു. സൗദി ഔദ്യോഗിക ഗസറ്റായ ഉമ്മുൽ ഖുറ പത്രം, പുസ്തകങ്ങൾക്കാവശ്യമായ വിതരണാനുമതി, മാധ്യമ ലൈസൻസ് എടുക്കൽ, നിലവിലുള്ളത് പുതുക്കൽ, നിയമലംഘനം നീക്കൽ, വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് അടയ്ക്കൽ എന്നിവ ഈ സർവീസ് വഴി ലഭ്യമാകും. സാംസ്കാരിക വാർത്താവിനിമയ മന്ത്രാലയത്തിന് സമർപ്പിച്ച വിവിധ അപേക്ഷകളിലെ പുരോഗതി പരിശോധിക്കാനും ഈ സേവനത്തിലൂടെ സാധിക്കുമെന്ന് മന്ത്രാലയ വക്താവ് ഹാനി അൽ ഗുഫൈലി പറഞ്ഞു. മന്ത്രാലയ സേവനത്തെക്കുറിച്ച് ഉപഭോക്താവിന് മൊബൈൽ സന്ദേശം അയക്കാനുള്ള സൗകര്യവും ഈ സേവനത്തിൽ ലഭ്യമാണെന്ന് ഔദ്യോഗിക വക്താവ് കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്. വികസന പ്രവൃത്തികൾ പൂർത്തിയായ കുവൈത്തിലെ ജഖ്ര റോഡ് ബുധനാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം ഉൾപ്പെടുന്ന പദ്ധതി പൂർത്തിയായതോടെ ഈ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളിൽ ഏറ്റവും വലുതാണ് ജഹ്റ റോഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട്. ജഹ്റയിലേക്കുള്ള മെയിൻ റോഡ് 3 ലിങ്ക് റോഡുകളുമായി ബന്ധിപ്പിക്കുന്നതായിരുന്നു പദ്ധതി. ജഹ്റ ഗേറ്റ് റൗണ്ടബോട്ട് മുതൽ UN റൗണ്ടബോട്ട് വരെയാണ് പദ്ധതിയിൽ വരുന്നത്. 90 എഞ്ചിനീയർമാർക്ക് കീഴിൽ 5000-ൽ പരം തൊഴിലാളികൾ ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നേരത്തെയുണ്ടായിരുന്ന 6 വരിപ്പാതയിൽ 500ഓളം തൂണുകളിലാണ് പുതിയ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. 60 മുതൽ 120 ടൺ വരെ ഭാരമുള്ള 8000-ഓളം സെഗ്മെന്റുകൾ കാന്റിലിവർ ടെക്നോളജി ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് പാലം നിർമ്മിച്ചത്. ഷെറാട്ടൺ റൗണ്ടബോട്ട് മുതൽ UN റൗണ്ടബോട്ട് വരെയുള്ള യാത്രക്ക് നേരത്തെ 45 മിനിറ്റ് സമയമെടുത്തിരുന്നെങ്കിൽ പുതിയ പാതയിൽ 8 മിനിറ്റ് മതിയാകും. രാജ്യത്തെ മോട്ടോർവേ സംവിധാനം വികസിപ്പിക്കുന്നതിനായി പൊതുമരാമത്ത് മന്ത്രാലയം 2011-ലാണ് ജഹ്റ റോഡ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ബുധനാഴ്ച കാലത്ത് പൊതുമരാമത്ത് മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ഖാലിദ് അൽ ജസാർ ജഹ്റ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വീടുകളിൽ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പുവരുത്താൻ ദുബായ് നഗരസഭയുടെ ക്യാമ്പയിൻ. ഗാർഹിക അപകടങ്ങൾ സംബന്ധിച്ച പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യവും സുരക്ഷയും പ്രധാനപ്പെട്ടതാണെന്നും അവ സംരക്ഷിക്കാൻ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ക്യാമ്പയിന് തുടക്കം കുറിച്ച് നഗരസഭാ ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസർ ലൂത്ത പറഞ്ഞു. ഷാർജയിൽ സർക്കാർ സേവനങ്ങൾക്ക് 10 ദിർഹം നികുതി ചുമത്താൻ തീരുമാനമായി. ഷാർജ ഉപഭരണാധികാരിയും കിരീടാവകാശിയുമായ ഷൈഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഷാർജ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റേതാണ് തീരുമാനം. ജനുവരി 1 മുതൽ നികുതി നിരക്ക് പ്രാബല്യത്തിൽ വരും. 50 ദിർഹത്തിന് മുകളിലുള്ള സേവനങ്ങൾക്കായിരിക്കും നികുതി. ആശുപത്രി സേവനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പരിപോഷിപ്പിക്കാനും കൌൺസിൽ തീരുമാനമെടുത്തു. ദുബായിൽ ഗതാഗത പിഴകളിൽ 50% ഇളവ് ഏർപ്പെടുത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് അറിയിച്ചു. UAE ദേശീയ ദിനാഘോഷ തീയതി വരെ പിഴസംഖ്യ പകുതി മാത്രം അടച്ചാൽ മതിയെന്ന നിലയ്ക്കാണ് പ്രചാരണം. ഇത്തരം കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് ദുബായ് ട്രാഫിക് പോലീസ് ഡയറക്ടർ ബ്രിഗേഡിയർ സൈഫ് മോയർ അൽ മസ്റൂയി അറിയിച്ചു. ഇന്ത്യയിൽ നിന്നടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രമുഖ കെട്ടിട നിർമ്മാണ കമ്പനികളും വിദഗ്ധരും പങ്കെടുക്കുന്ന ബിഗ് പ്രദർശനം ദുബായിൽ തുടരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിൽ തുടരുന്ന പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. 3000 പ്രദർശകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നതും. നൂതന കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനത്തിനു പുറമെ വിദഗ്ധർ പങ്കെടുക്കുന്ന നിരവധി സെമിനാറുകളും നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഗുണമേന്മയേറിയ കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ പ്രദർശനം ഗൾഫ് മേഖലയ്ക്ക് തന്നെ ഗുണം പകരുമെന്നാണ് വിലയിരുത്തൽ. പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ കൂടുതലും. മേക്ക് ഇൻ ഇന്ത്യ പവലിയനുമായി ഇന്ത്യയും മേളയിൽ സജീവമാണ്. എണ്ണമറ്റ കമ്പനികളാണ് ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യയിൽ നിന്നും ദുബൈയിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ പങ്കാളിത്തം. കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ പ്രദർശനത്തിലൂടെ സാധിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷയും. മീഡിയ 1 ദുബൈ.
ജനതാ കൾച്ചറൽ സെന്റർ കുവൈത്തിന്റെ 6ാമത് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന GCC വാർഷിക സമ്മേളനത്തിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവയിൽ നിന്ന് അടൂർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഫഹാഹിൽ തക്കാര ഓഡിറ്റോറിയത്തിൽ നടന്ന JCC വാർഷിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിയത്ത് ഉദ്ഘാടനം ചെയ്തു. സമ്മേളന സോവനീർ സൂര്യകൃഷ്ണമൂർത്തി പ്രകാശനം ചെയ്തു. വൈക്കം മുഹമ്മദ് ബഷീർ ചെറുകഥാരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ വിതരണം ചെയ്തു. ചടങ്ങിൽ പ്രമുഖ വ്യവസായി KJ എബ്രഹാമിനെ ആദരിച്ചു. IOC ജനറൽ സെക്രട്ടറി BS പിള്ള, KMCC ജനറൽ സെക്രട്ടറി ഗഫൂർ വയനാട്, ബഷീർ ബാത്ത തുടങ്ങിയവർ സംസാരിച്ചു. JCC പ്രസിഡന്റ് സഫീർ P ഹാരിസ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി അബ്ദുൽ വഹാബ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ മാണി പാനൂർ നന്ദിയും പറഞ്ഞു. അംഗങ്ങളുടെ കലാപരിപാടികൾ, ഗാനമേള എന്നിവയും അരങ്ങേറി. മുത്തേ സത്തേ എന്നു വിളിക്കും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. തണുപ്പ് കൂടുന്നതിന്റെ ഭാഗമായി UAE-യിൽ മഴയ്ക്ക് സാധ്യത. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് മഴയ്ക്ക് സാധ്യത കൂടുതലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കടൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ബഹ്റൈനിൽ നടന്ന മ്യൂസിക്കൽ റെയിൻ സീസൺ 3 എന്ന സംഗീത പരിപാടി ഗാനഗന്ധർവൻ യേശുദാസിന്റെയും ജനപ്രിയ താരം ദിലീപിന്റെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. സംഗീത പരിപാടി ആസ്വദിക്കാൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. ബഹ്റൈനിലെ പ്രവാസികൾക്ക് അവിസ്മരണീയമായ സംഗീത വിരുന്നൊരുക്കിയാണ് മ്യൂസിക്കൽ റെയിൻ സീസൺ 3 എന്ന പേരിൽ സ്റ്റേജ് ഷോ നടന്നത്. ഗാനഗന്ധർവൻ യേശുദാസും ജനപ്രിയ താരം ദിലീപും അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടി യേശുദാസിന്റെ സിനിമാ സംഗീത ജീവിതത്തിന്റെ 55ാം വാർഷികാഘോഷത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പ്രവാസികളുമായി പങ്കുവച്ച യേശുദാസ് ആലപിച്ച ഓരോ ഗാനങ്ങളും തിങ്ങി നിറഞ്ഞ സദസ്സ് നിറഞ്ഞാസ്വദിച്ചു. നടൻ ദിലീപ് ആലപിച്ച ഗാനം ആരാധകർ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. യേശുദാസിനോടൊപ്പം മകൻ വിജയ് യേശുദാസ്, സുജാത, ശ്വേതാമോഹൻ എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. ബിഗ് ഫേസും മുരളീധരൻ പള്ളിയത്തും ചേർന്നാണ് മ്യൂസിക്കൽ റെയിൻ സീസൺ 3 സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ലാഭത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സഫലമാകണം ഈ പ്രവാസം എന്ന തലക്കെട്ടിൽ കൾച്ചറൽ ഫോറം ഖത്തറിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ കൺവെൻഷൻ MES ഇന്ത്യൻ സ്കൂളിൽ നടന്നു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് സുഹൈൽ ശാന്തപുരം സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തി സാമ്പത്തിക അച്ചടക്കവും ആസൂത്രണവും പാലിച്ച് പ്രവാസ ജീവിതം കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഫലമാകണം ഈ പ്രവാസം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതെന്ന് കൾച്ചറൽ ഫോറം ആക്ടിംഗ് പ്രസിഡന്റ് സുഹൈൽ ശാന്തപുരം പറഞ്ഞു. ദോഹയിൽ മലപ്പുറം ജില്ലാ സമ്പൂർണ്ണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സാദിഖ് ചെന്നാടനാണ് ക്യാമ്പയിൻ സന്ദേശം നൽകിയത്. കരിപ്പൂർ വിമാനത്താവളത്തിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന ഡോക്യുമെന്ററിയുടെ പ്രിവ്യൂ പ്രദർശനവും ചടങ്ങിൽ നടന്നു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KT മുബാറക്ക് ആശംസകൾ അർപ്പിച്ചു. സാമ്പത്തിക അടിയന്തരാവസ്ഥയെ ചെറുക്കുക, ഭോപ്പാലും നജീബും നൽകുന്ന സന്ദേശം എന്നീ വിഷയങ്ങളിലുള്ള പ്രമേയങ്ങൾ മുബഷിറയും ഹാഫിസും അവതരിപ്പിച്ചു. അദീബ അബ്ദുട്ടി നടുമുറ്റം പരിപാടികൾ വിശദീകരിച്ചു. നാട്ടിലെ കറൻസി പ്രതിസന്ധി പ്രമേയമാക്കി അവതരിപ്പിച്ച അച്ചാദിൻ ആകയ എന്ന ദൃശ്യാവിഷ്കാരത്തോടെയാണ് പരിപാടികൾ അവസാനിച്ചത്. കൾച്ചറൽ ഫോറം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റഷീദ് അലി നിലമ്പൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി മുനീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അലവിക്കുട്ടി നന്ദിയും പറഞ്ഞു. മീഡിയ 1, ദോഹ. ഖത്തറിലെ താഴ്ന്ന വരുമാനക്കാരായ ഏഷ്യൻ തൊഴിലാളികൾക്കായി ദോഹയിൽ സംഘടിപ്പിക്കുന്ന 15ാമത് ഏഷ്യൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഇതിനകം 2500-ലധികം തൊഴിലാളികൾ പേര് രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 25-ന് തുമാമ ഹെൽത്ത് സെന്ററിൽ നടക്കുന്ന ക്യാമ്പ് GCC-യിലെ ഏറ്റവും വിപുലമായ സൗജന്യ മെഡിക്കൽ ക്യാമ്പായിരിക്കും. പ്രമേഹത്തെ വരുതിയിലാക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന 15ാമത് ഏഷ്യൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 2000 റിയാലിൽ താഴെ വരുമാനമുള്ള ഖത്തറിലെ ഏഷ്യൻ പ്രവാസികളെയാണ് ലക്ഷ്യമിടുന്നത്. ഇതിനകം തന്നെ 2500-ലധികം തൊഴിലാളികൾ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ അറിയിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികളിൽ കൂടി 5000-ഓളം പേർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു.
പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന്റെയും ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെയും ഖത്തർ ചാരിറ്റിയുടെയും രക്ഷാധികാരത്തിന് കീഴിൽ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററും ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ മുഖ്യ പ്രായോജകർ ഉരീദുവാണ്. വിവിധ വിഭാഗങ്ങളിലായി 150-ലധികം ഡോക്ടർമാരും 175-ലധികം പാരാമെഡിക്കൽ ജീവനക്കാരും വിദ്യാർത്ഥികളും വനിതകളും ഉൾപ്പെടെ 750-ലധികം വളണ്ടിയർമാരും ക്യാമ്പിൽ സേവനമനുഷ്ഠിക്കും. വെള്ളിയാഴ്ച കാലത്ത് 7 മണി മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ പൊതുജനങ്ങൾക്കായി പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനയും രക്തദാനത്തിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. അവയവദാനത്തിന് സന്നദ്ധരാകുന്നവരിൽ നിന്ന് ക്യാമ്പിൽ സമ്മതപത്രം സ്വീകരിക്കും. പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ, ഉരീദു, ഖത്തർ ചാരിറ്റി, ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ പ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. എഴുത്തുകാരൻ KP രാമനുണ്ണിയെ റിയാദിലെ മലയാളി സമൂഹം ആദരിച്ചു. തനിവ സാംസ്കാരിക വേദി ഒരുക്കിയ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. നോർക്ക കൺസൾട്ടന്റ് ഷിയാബ് കൊട്ടുകാട്, തനിവ രക്ഷാധികാരി KK അബ്ദുൽ അസീസ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ അബ്ദുസലാം, ഫ്രണ്ട്സ് ക്രിയേഷൻ ഡയറക്ടർ ഉബൈദ് എടവണ്ണ, സാമൂഹിക പ്രവർത്തകൻ R മുരളീധരൻ, മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ TP മുഹമ്മദ് തുടങ്ങിയവർ രാമനുണ്ണിയെ പൊന്നാട അണിയിച്ചു. എഴുത്ത്, സംസ്കാരം, രാഷ്ട്രീയം, പ്രവാസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ രാമനുണ്ണി സംവദിച്ചു. KK അബ്ദുൽ അസീസ് മോഡറേറ്ററായിരുന്നു. ബഹ്റൈനിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി വിദ്യാലയമായ ഇന്ത്യൻ സ്കൂൾ വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചതായി സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എൻട്രൻസ് കോച്ചിംഗ് അക്കാദമി അധ്യാപകരുടെ നിലവാര പരിശോധനയ്ക്കായി ഓഡിറ്റിംഗ്, സ്കൂൾ വെബ്സൈറ്റ് വികസനം, ഡിജിറ്റൽ ക്ലാസ് റൂം പദ്ധതി തുടങ്ങി നിരവധി പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞു. അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിലൂടെ സ്കൂളിന്റെ പുരോഗതി തടസ്സപ്പെടുത്തുവാനാണ് പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നതെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഈ മാസം 25-ന് നടക്കുന്ന സ്കൂൾ വാർഷിക പൊതുയോഗത്തിൽ എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു. വാർഷിക ജനറൽ ബോഡിയിൽ ഫീസ് വർധന അജണ്ടയിലില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ പ്രിൻസ് നടരാജൻ, സെക്രട്ടറി ഷെമിലി P ജോൺ, ഭൂപീന്ദർ സിംഗ്, ജയ്ഫർ മെയ്ദാനി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പക്ഷിപ്പനി പടർന്നതിനെ തുടർന്ന് പക്ഷികളെയും മുട്ടയും ഇറക്കുമതി ചെയ്യുന്ന സൗദി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്തിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നടപടി. നിരോധനം നീക്കിയതായി അറിയിപ്പുണ്ടാകുന്നതുവരെ പക്ഷികളെയും മുട്ടയും ഇറക്കുമതി ചെയ്യുന്നതിന് സൗദി കൃഷി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിലക്ക് തുടരും. സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാന്റെ 46-ാം ദേശീയ ദിനം കൊണ്ടാടി. ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടിയിൽ അംബാസഡർ ഇന്ദ്രമണി പാണ്ഡെ, ഡെപ്യൂട്ടി ഗവർണർ ഓഫ് ദോഫാർ അബ്ദുള്ള അഖിൽ അഹമ്മദ് അൽ ഇബ്രാഹിം എന്നിവർ അതിഥികളായിരുന്നു. ചടങ്ങിൽ ക്ലബ്ബ് ചെയർമാൻ മൻപ്രീത് സിംഗ് അധ്യക്ഷത വഹിച്ചു. ഒമാൻ സന്ദർശിക്കുന്ന ഇന്ത്യയിൽ നിന്നെത്തിയ കലാസംഘത്തിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഖത്തർ പ്രവാസികളുടെ സഹകരണത്തോടെ ബന്ന ചേന്ദമംഗലൂർ സംവിധാനം ചെയ്ത നിനച്ചിരിക്കാതെ എന്ന ടെലി സിനിമ ദോഹയിൽ റിലീസ് ചെയ്തു. ബ്രാഡ്മ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ഹാഫിസിന് ആദ്യ കോപ്പി നൽകി. സിറ്റി എക്സ്ചേഞ്ച് IT ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഷാനിബയാണ് പ്രകാശനം ചെയ്തത്. സംവിധായകൻ ബന്ന ചേന്ദമംഗലൂർ, ഗാനരചയിതാവ് നജ്മാൻ നസീർ കേച്ചേരി, ഛായാഗ്രാഹകൻ നിസാർ K റഷീദ്, ഖത്തറിൽ നിന്നുള്ള അഭിനേതാക്കളായ ബാവ വടകര, ജമാൽ വേളൂർ, AVM ഉണ്ണി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വിനോദ് കോവൂരും അനു സിത്താരയും നായികാനായകന്മാരായി എത്തുന്ന സിനിമയുടെ ഖത്തറിലെ വിതരണക്കാർ മീഡിയ പ്ലസ് ആണ്. മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് കുട്ടി എളമ്പിലാക്കോട് രചിച്ച അലക്കുകല്ല് കവിതാ സമാഹാരം ജിദ്ദയിൽ സാഹിത്യകാരൻ KP രാമനുണ്ണി പ്രകാശനം ചെയ്തു. കലാകാരി ഷെൽന വിജയ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സൗദി മലയാളി സമാജം സംഘടിപ്പിച്ച ചടങ്ങ് മലയാളം ന്യൂസ് എഡിറ്റർ CK ഹസൻ കോയ ഉദ്ഘാടനം ചെയ്തു. KP രാമനുണ്ണിക്കുള്ള ഉപഹാരം മുസാഫിർ സമ്മാനിച്ചു. ഷെരീഫ് സാഗർ, ഡോക്ടർ ഇസ്മായിൽ മരുതേരി, P ഷംസുദ്ദീൻ, CK മുഹമ്മദ് നജീബ്, ജലീൽ കണ്ണമംഗലം, CK ഷാക്കിർ, AM സജിത്, റസാഖ് എടവനക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മഷ്ഹൂദ് തങ്ങൾ കവിത ആലപിച്ചു. അബു ഇരിങ്ങാട്ടിരി അധ്യക്ഷനായിരുന്നു. അരുവി മോങ്ങം സ്വാഗതവും സലാം കരുമാട്ടിൽ നന്ദിയും പറഞ്ഞു. ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി യൂത്ത് ഫോറവും സ്റ്റുഡൻസ് ഇന്ത്യയും സംയുക്തമായി ഒരുക്കുന്ന 21ാമത് ഇന്റർ സ്കൂൾ ഡിബേറ്റിൽ ആരോൺ ജേക്കബ്സൺ മോഡറേറ്ററാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ദോഹ അന്താരാഷ്ട്ര മതാന്തര സംവാദ കേന്ദ്രവുമായി സഹകരിച്ച് ഈ മാസം 25-ന് വൈകിട്ട് 6 മണിക്ക് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കുന്ന സംവാദത്തിലാണ് കാർണെ മില്ലൻ യൂണിവേഴ്സിറ്റിയിലെ PhD ഹിസ്റ്ററി വിഭാഗം തലവനായ ആരോൺ മോഡറേറ്ററായി എത്തുന്നത്. രാത്രി 8 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ DICID ഡയറക്ടർ ബോർഡ് അംഗവും ഖത്തർ ചാരിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് അലി അൽ ഗാമിദി മുഖ്യാതിഥിയായിരിക്കും.
വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. കോഴിക്കോട് കോടച്ചേരി നൂറന്തോട് സാബ്രിക്കൽ വീട്ടിൽ സജി മാത്യു ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ജിദ്ദയിൽ നിന്ന് 210 കിലോമീറ്റർ അകലെ അൽ അംന എന്ന സ്ഥലത്ത് വെച്ച് ഇന്ന് പുലർച്ചെ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ആക്സിൽ പൊട്ടി മറിഞ്ഞാണ് അപകടമുണ്ടായത്. മൃതദേഹം നാസക്കോയ്ക്കടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതോടെ മിഡി സ്റ്റോറിയുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.